പരിഷത്ത് കൊച്ചി മഹാനഗരം ഗണേശോത്സവത്തോടനുബന്ധിച്ച് പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. കുട്ടികളുടെ വയസ്സനുസരിച്ച് LKG, UKG കുട്ടികൾ ധാർമ്മിക് ഗ്രൂപ്പ്, 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ കപില ഗ്രൂപ്പ്, 5 മുതൽ 7 വരെയുള്ള കുട്ടികൾ ഗണനായക ഗ്രൂപ്പ്, 8 മുതൽ 10 വരെയുള്ള കുട്ടികൾ വിനായക ഗ്രൂപ്പ് തുടങ്ങി 4 ഗ്രൂപ്പുകളായി തരംതിരിച്ചായിരുന്നു മത്സരം നടന്നത്. ചിത്രകാരൻ മനോജ് മാടശ്ശേരിൽ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് ആദ്യം പറയാനുള്ള പാരന്റ്സിനോടാണ് ഒരു കാര്യം. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ പോയാലും ഇതുപോലൊരു പാരന്റ്സിന്റെ ഒരു കൂട്ടം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയാതിരിക്കില്ല. അതായത് എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഞാൻ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്. അതായത് നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികളായിരിക്കും പലപ്പോഴും. വര മാത്രമല്ല കേട്ടോ, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു പാരന്റിന്റെ ഏറ്റവും വലിയ കടമ. അതായത് ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും, ചിലപ്പോൾ പാട്ടായിരിക്കും. ഈ വരയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൂൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ വര എല്ലാവരും ആദ്യം തന്നെ പെയിന്റിങ് ഡ്രോയിങ് പഠിപ്പിക്കാൻ നോക്കുന്നത്. ഇതിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളായിരിക്കും, ചിലപ്പോൾ ശില്പികളായിരിക്കും. അതൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത് വളരെയധികം പ്രഷറുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ്. അതെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിന്ന് ഈ കാണുന്ന ന്യൂസുകൾ പലതും, അതായത് ഡ്രഗ്സ്, അങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി പേപ്പറിലും ചാനൽസിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ പോലെയല്ല. ഇന്നത്തെ കുട്ടികൾക്ക് പുസ്തകം അല്ലെങ്കിൽ സ്കൂൾ പരിപാടികൾ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു കാര്യം ചെയ്യാനില്ല. BHP സംസ്ഥാന ട്രഷറർ V. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുരേഷ് കുമാർ, C. നന്ദകുമാർ, പ്രശാന്ത് വർമ്മ, ജില്ലാ സമ്പർക്ക പ്രമുഖ് മുരളീകൃഷ്ണൻ തുടങ്ങിയ വിശ്വ ഹിന്ദു പരിഷത്ത് കാര്യകർത്താക്കളും ചടങ്ങിൽ പങ്കാളികളായി. വിനായക ചതുർത്ഥി കേരളത്തിന് പുറത്താണ് കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ബോംബെ, ഡൽഹി, കൽക്കട്ട, മദ്രാസ്, ചെന്നൈ എന്നീ നഗരങ്ങളിൽ വിനായക ചതുർത്ഥി വളരെ ആർഭാടമായിട്ടും ആഘോഷപരമായിട്ടും ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ അമ്പലത്തിലെ പൂജകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കാര്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇതിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന യുവജനതയെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് ഗണേശോത്സവം പോലെയുള്ള കാര്യങ്ങൾ വളരെ ഉപകാരം ചെയ്യും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഈ ഒരു ഉദ്യമമായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. സെപ്റ്റംബർ 7 മുതൽ 11 വരെ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളോടുകൂടി ഗണേശോത്സവം സംഘടിപ്പിക്കും. 1000 പൊതു ഇടങ്ങളിലും 10 ലക്ഷം ഭവനങ്ങളിലും ഗണേശ വിഗ്രഹ പ്രതിഷ്ഠയും നടത്തും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിവിപുലമായ ആഘോഷം ഉണ്ടാവില്ല എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പത്രസമ്മേളനത്തിൽ അറിയിച്ചു.
ഗണേശോത്സവമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചി മഹാനഗരത്തിൽ വിശ്വന്ത് പരിഷത്ത് അതിവിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 7-ാം തീയതി ഗണേശ പ്രതിഷ്ഠയോടുകൂടി കൊച്ചി മഹാനഗരത്തിലെ 30 കേന്ദ്രങ്ങളിൽ, അതായത് ചോറ്റാനിക്കര, തൃപ്പൂണിത്തുറ, പള്ളുരുത്തി, എറണാകുളം, എടപ്പള്ളി, വൈപ്പിൻ എന്നീ കേന്ദ്രങ്ങളിൽ ഗണേശ വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തിട്ട് 11-ാം തീയതി വൈകിട്ട് 3 മണിക്ക് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് ഘോഷയാത്രയായിട്ട് ആരംഭിച്ചിട്ട് വൈപ്പിനിൽ നിമജ്ജനം ചെയ്യുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ചിത്രകലാ മത്സരം, കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രകലാ മത്സരം ഇവിടെ ഗണേശ ഉത്സവം എന്നുള്ളൊരു തീമിൻ്റെ ഭാഗമായിട്ട് ഒരു ചിത്രകലാ മത്സരം നടത്തുന്നു. ഇത്തവണത്തെ ഗണേശോത്സവത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ആരതി സംവിധാനം, അവർക്ക് നേരിട്ട് ആരതി ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കുന്നുണ്ട്. ഇവിടെ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ അവർക്ക് വേണ്ടി നേരിട്ട് വന്ന് ആരതി ചെയ്യാം. അപ്പോൾ എല്ലാ വിഘ്നങ്ങളും മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ജനങ്ങളുടെ എല്ലാവരുടെയും ഭക്തജനങ്ങളുടെ വിഘ്നങ്ങൾ മാറാൻ വേണ്ടി അവർക്ക് നേരിട്ട് ആരതി ചെയ്യാം. ഇതാണ് ഇത്തവണത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ ഹൈലൈറ്റ്. ഒരുപാട് കാര്യപരിപാടികൾ ഇതിൻ്റെ ഒപ്പം ഓരോ പ്രഖണ്ഡ തലങ്ങളിലും നടക്കുന്നുണ്ട്. സമ്മേളനങ്ങൾ, സത്സംഗങ്ങൾ, മഹാരതി. അപ്പോൾ വിനായക പ്രതിഷ്ഠ അന്ന് ഗണേശോത്സവം, വിനായക ചതുർത്ഥിയുടെ അന്ന് 7-ാം തീയതി രാവിലെ ഇവിടെ ഒരു അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടക്കുന്നുണ്ട് രാവിലെ പാവക്കുളം ക്ഷേത്രത്തിൽ. അന്ന് വൈകിട്ടാണ് നമ്മുടെ ഗണേശ വിഗ്രഹം പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇവിടെയും ഭജന, സത്സംഗം തുടങ്ങിയ കാര്യങ്ങളാണ് നടക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും, കൊച്ചിയിലുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അതിവിപുലമായിട്ട് തന്നെയാണ് ഗണേശ ഉത്സവം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ കേന്ദ്രങ്ങളിലും ഇതേപോലെ തന്നെ പൊതുപരിപാടികളായിട്ട്, പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുപരിപാടികളായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലുള്ള കാര്യക്രമങ്ങളാണ് ചെയ്തിട്ടുള്ളത്.